മൊസാദ് ഒരിക്കൽ പോലും ആ രാജ്യങ്ങളുടെ പരമാധികാരത്തെയോ അവരുടെ നിയമ സംവിധാനങ്ങളെയോ ഒന്നും മാനിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ചാരന്മാരെയും കൂലിപ്പടയാളികളെയും വെറുതെ വിടില്ല, അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നൊരു പ്രസ്താവന ഈ ഇറാൻ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് എവിടെ പതിക്കണം, ആരെ ലക്ഷ്യം വയ്ക്കണം തുടങ്ങിയിട്ടുള്ള ഒരു കൃത്യമായിട്ടൊരു പ്ലാൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫസ്റ്റ് ഡേയിലെ ഇസ്രായേലിൻ്റെ ആക്രമണം. സോ കോൾഡ് ഇസ്രായേലി ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് അല്ല, ഏറ്റവും കഴിവും ഏറ്റവും സൂക്ഷ്മതയൊക്കെയുള്ള ഒരു ഇൻ്റലിജൻസ് സംവിധാനമാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫെയിലിയർ എന്നുള്ള രീതിക്കാണ് അത് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടത്. മൊസാദിൻ്റെ യുദ്ധത്തിലൊരു പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഇറാൻ്റെ ഒരു നീക്കത്തിൽ ഒരു പുതുമയൊന്നും കാണാൻ പറ്റില്ല. കാരണം അത് അനിവാര്യമായിട്ടുള്ള ഒരു തിരിച്ചടി എന്നുള്ള രീതിക്കായിരിക്കും ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ആക്രമണം ഉണ്ടായത്. എലി കോഹനെ പരസ്യമായിട്ട് തൂക്കി കൊന്നതിന് പിന്നാലെ 1967 നടന്ന മൂന്നാം അറബ് യുദ്ധത്തിൻ്റെ സമയത്ത് സിറിയക്കെതിരെ ഇസ്രായേലിന് അഡ്വാൻറ്റേജ് കിട്ടിയത് എലി കോഹൻ കൊടുത്ത ഒരുപാട് ഡാറ്റകളാണെന്നുള്ള വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ ഒരു 4ാം ദിവസം കഴിയുന്ന നൈറ്റ് തൊട്ട് ഇതൊരു തുറന്ന യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് യുദ്ധം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ ഇസ്രായേൽ വലിയ രീതിക്ക് ഇറാനിൽ ആക്രമണം നടത്തണമെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇറാൻ്റെ തിരിച്ചടി വലിയ ശക്തമാണ്. ഇന്നലത്തെ ഒരു അപ്ഡേഷൻ വെച്ചിട്ടാണെങ്കിൽ മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനകത്ത് ഇറാൻ ആക്രമണം നടത്തിയെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് ഇന്നലെ പുറത്തു വന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ മൊസാദിൻ്റെ യുദ്ധത്തിലൊരു പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഇറാൻ്റെ ഒരു നീക്കത്തിൽ ഒരു പുതുമയൊന്നും കാണാൻ പറ്റില്ല. കാരണം അത് അനിവാര്യമായിട്ടുള്ള ഒരു തിരിച്ചടി എന്നുള്ള രീതിക്കായിരിക്കും ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ആക്രമണം ഉണ്ടായത്. കാരണം നമ്മൾ എല്ലാ കാലത്തും യുദ്ധങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ടൈമിൽ ചർച്ച ചെയ്യപ്പെടുക യുദ്ധത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ, അതിൻ്റെ സ്വഭാവം, ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുക. പക്ഷേ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഈ ആയുധങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഈ മൊസാദിൻ്റെ ഒരു ഇടപെടൽ. അപ്പോൾ അത് ഈ യുദ്ധത്തിന് ഇസ്രായേലിന് വേണ്ടി കളവൊരുക്കിയത് ആക്ച്വലി മൊസാദാന്ന് പറഞ്ഞാൽ പോലും അതൊരു അതിശയോക്തിയാവില്ല. അപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അവർ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയാണെന്നാണ് പൊതുവെ അന്നത്തെ ആ സമയത്ത് മീഡിയ അപ്ഡേഷനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി അന്നത്തെ ദിവസം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു, ഏറ്റവും പ്രധാനപ്പെട്ട ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു. ആ അർത്ഥത്തിലാണ് ആദ്യത്തെ ഫസ്റ്റ് സ്ട്രൈക്ക് തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു ഇൻ്റലിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് പ്ലാൻ ചെയ്തിട്ട് ഉള്ളൊരു ഓപ്പറേഷൻ നടന്നു. അതായത് ഒരു ആയുധം അവിടെ നിന്ന് തൊടുത്ത് വിട്ട് വെറുതെ വന്നൊരു അറ്റാക്ക് ഉണ്ടാവുകയല്ല ചെയ്ത്, കൃത്യമായിട്ട് അത് എവിടെ പതിക്കണം, ആരെ ലക്ഷ്യം വയ്ക്കണം തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടൊരു പ്ലാൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫസ്റ്റ് ഡേയിലെ ഇസ്രായേലിൻ്റെ ആക്രമണം. അപ്പോൾ ഈ ആക്രമണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കോർഡിനേഷനും മൊസാദാണെന്നാണ് മൊസാദിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ മൊസാദിൻ്റെ കേന്ദ്രം ഇറാൻ ആക്രമിക്കുമ്പോൾ അതിന് ഒരു വലിയ ഇറാനെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടം, അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചൊരു കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ടാർഗറ്റോടെ ഉണ്ടെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതുപോലെ വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം. ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ കൈവശമുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ഇറാൻ്റെ കൈവശമുള്ള ആയുധങ്ങൾ ഇതിനെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു താരതമ്യപ്പെടുത്തുമ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജാണ് ഈ മൊസാദിൻ്റെ ഒരു സാന്നിധ്യം. ഇപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് പെട്ടെന്ന്, ഇപ്പോൾ നമ്മൾ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലും തമ്മിൽ നടന്നൊരു സംഘർഷത്തിൻ്റെ ഒരു കാലമുണ്ടല്ലോ, ആ സമയം തൊട്ട് ഈ ഒരു ഇറാനെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു മൊസാദ് നീക്കങ്ങളുടെ ഒരു വലിയൊരു പരമ്പര തന്നെ, അല്ലെങ്കിൽ ഇറാൻ്റെ അലൈകളെ ദുർബലപ്പെടുത്തുക എന്നുള്ള മൊസാദിൻ്റെ നീക്കത്തിൻ്റെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ആദ്യ ദിവസം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചെന്നുള്ള ആ വാർത്ത പുറത്തു വരുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് ഉയർന്നു വന്നൊരു വിഷയം, ഇറാനകത്ത് മൊസാദ്, ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദ് കൃത്യമായിട്ടുള്ള ഒരു സങ്കേതം തുറന്നിരുന്നതെന്നും അങ്ങോട്ടേക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്നു, ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാനകത്തുനിന്ന് തന്നെ ആക്രമണം നടത്തിയെന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിട്ട് അന്ന് പുറത്തു വന്നത്. അപ്പോൾ ഈ മൊസാദിനെ സംബന്ധിച്ച് മൊസാദ് വളരെ കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഇടപെടലുകളുടെ ഏത് രാജ്യത്തായാലും അവർ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയുടെ തുടർച്ച മാത്രമാണ് ആ സംഭവം ഉണ്ടായത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം ഇറാനെ പോലെ ഇത്രമാത്രം ഇരുമ്പുമറയുള്ള, അല്ലെങ്കിൽ സൈനികമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ ഇത്ര സ്റ്റേണായിട്ടുള്ള ഒരു സംവിധാനമുള്ള ഒരു രാജ്യത്തിനകത്തേക്ക് ഈ മൊസാദിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളത് ഇറാൻ സംബന്ധിച്ച് ഇറാൻ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ ജുഡീഷ്യറിയുടെ ഒരു വക്താവിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരന്മാരെയും കൂലിപ്പടയാളികളെയും വെറുതെ വിടില്ല, അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നൊരു പ്രസ്താവന ഈ ഇറാൻ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങി 2-3 ദിവസം കഴിയുമ്പം ഇറാൻ
ഒരുപാട് ചാരന്മാരെ കണ്ടെത്തിയെന്നും അതിൽ ചിലരുടെ വധശിക്ഷ നടപ്പാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ മൊസാദിനെ സംബന്ധിച്ച് മൊസാദിൻ്റെ ഇടപെടൽ ഇറാനിലുള്ള ഇടപെടൽ ആദ്യമല്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണ പോലെ ഈ 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടങ്ങിയതിൻ്റെ ശേഷം ഈ ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞിട്ട് ഹമാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഹമാസിൻ്റെ മേധാവിയായിട്ടുള്ള ആളെ ഇറാനിൽ വച്ചിട്ടാണ് മൊസാദ് വധിക്കുന്നത്. അതായത് ഇറാൻ്റെ പ്രസിഡൻറ്റ് സംഘടിപ്പിച്ച ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പിൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഗസ്റ്റ് ഹൗസിനകത്ത് വെച്ചിട്ടാണ് ഇസ്മായിൽ ഹനിയ കൊല ചെയ്യപ്പെടുന്നത്. വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു അത് ഇറാൻ്റെ ടോപ്പ് സ്വഭാവത്തിലുള്ള ആളുകളുടെ കൂടി അറിവില്ലാതെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് അന്നേ വിശകലനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഇറാനകത്ത് മൊസാദ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത് ആദ്യത്തെ കാര്യമല്ല. ഈ ഇസ്മായിൽ ഹനിയനെ കൊലപ്പെടുത്തിയ ഏകദേശം അതേ ഒരു സ്വഭാവത്തിൽ തന്നെയാണ് യഹ്യ സിൻവാർ അടക്കമുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ എല്ലാം അവരുടെ ഒളിത്താവളങ്ങൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് അങ്ങോട്ട് കടന്നെത്തി അവരെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഹസൻ നസ്രല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിസ്ബുള്ളേൻ്റെ നേതാവിനെ ഇവർ വകവരുത്തുന്നതും അതേ സ്വഭാവത്തിലാണ്. അതുപോലെ ഹിസ്ബുള്ളേൻ്റെ പോരാളികളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പേജർ ആക്രമണം, ഇത്തരത്തിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഇത്തരത്തിൽ ഇപ്പം ഇറാൻ അനുകൂല സ്വഭാവമുള്ള ഈ ടോപ്പ് ലീഡർഷിപ്പുകളെല്ലാം ടാർഗറ്റ് ചെയ്തത് മൊസാദാണ്. അതിന് വേറൊരു ബാക്കപ്പോടെ നമുക്ക് വേണേൽ പറഞ്ഞു വയ്ക്കാവുന്നൊരു കാര്യമുണ്ട്. കാരണം 2023 ഒക്ടോബർ 7-ന് ഈ ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയൊരു വിഷയത്തിൽ നെതന്യാഹു വലിയ തരത്തിൽ നെതന്യാഹുവിന് പാർട്ടിക്കകത്തുനിന്നും അദ്ദേഹത്തിൻ്റെ മുന്നണി സംവിധാനത്തിനകത്തുനിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും രാജ്യത്ത് പല ഭാഗത്തുനിന്നൊക്കെ വലിയ തരത്തിലുള്ള വിമർശനം കേൾക്കേണ്ടി വന്നത്. കാരണം അവരുടെ ഒരു ഇൻ്റലിജൻസിൻ്റെ പരാജയം, അല്ലെങ്കിൽ ഈ സോ കോൾഡ് ഇസ്രായേലി ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ്, അല്ല ഏറ്റവും കഴിവും ഏറ്റവും സൂക്ഷ്മതയൊക്കെയുള്ള ഒരു ഇൻ്റലിജൻസ് സംവിധാനമാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫെയിലിയർ എന്നുള്ള രീതിക്കാണ് അത് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിന് ശേഷമാണ് ഇത്തരത്തിൽ മൊസാദ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പാരലി നടത്തിയതും. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഈ ഇസ്രായേൽ വർഷിക്കുന്ന ബോംബുകളോ അല്ല ഇസ്രായേൽ ഇറാന് മേലെ ഇടുന്ന ഈ മിസൈലുകളോ ഒക്കെ അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനമുള്ള ഒരു കീ ആയുധമാണ്, അല്ലെങ്കിൽ ഒരു കീ ടൂളാണ് മൊസാദ്. ഇപ്പം ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം, മൊസാദിനെ സംബന്ധിച്ച് മൊസാദിന് ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഏതൊരു രാജ്യത്തിനും അതിൻ്റെ ഒരു പരമാധികാരമുണ്ട്, അതിൻ്റെ ഒരു ലോ ഓഫ് ദ ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നിയമ സംവിധാനവും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ രാജ്യങ്ങൾക്കും. പക്ഷേ ഇതിനെ ഒന്നും മാനിക്കാതെ അത് ആ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ രഹസ്യ ഇടപെടൽ നടത്തുക, ചാരപ്രവർത്തി നടക്കുക എന്നൊക്കെ തുടങ്ങിയ കാര്യത്തിൽ വലിയ ചരിത്രമുള്ളൊരു ഒരു രാജ്യമാണ് ഒരു സംവിധാനമാണ് ഈ മൊസാദ്. ഒരിക്കൽ പോലും ആ രാജ്യങ്ങളുടെ പരമാധികാരത്തെയോ അവരുടെ നിയമ സംവിധാനങ്ങളെയോ ഒന്നും മാനിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1960-കളിൽ ഈ സിറിയൻ ഭരണകൂടത്തിനകത്ത് കടന്നു കയറിയ ഏലി കോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഒരു ഇസ്രായേലിൻ്റെ ഒരു ചാരനുണ്ട്. ഇപ്പോഴും ഇസ്രായേൽ ഭയങ്കര ആരാധനയോടെ ഒരു മഹത് വ്യക്തിത്വമൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഏലി കോഹൻ. സിറിയക്കകത്ത്, സിറിയൻ ഭരണവ്യവസ്ഥയ്ക്കകത്ത് സിറിയയുടെ സൈനിക സംവിധാനങ്ങളോടും സിറിയയുടെ രാഷ്ട്രീയ സംവിധാനങ്ങളോടെല്ലാം ഏറ്റവും ചേർന്ന് നിൽക്കുകയും ഒരു ഘട്ടത്തിൽ സിറിയയിലെ മന്ത്രിസഭയിൽ പോലും പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അത്രമാത്രം സിറിയക്കകത്ത് ബന്ധങ്ങളുണ്ടാക്കി സിറിയയിൽ ചാരപ്രവർത്തി നടത്തിയ ഒരാളാണ് ഏലി കോഹൻ. അപ്പോൾ ഏലി കോഹനെ പിന്നീട് 1965-ലാണ് ഏലി കോഹൻ സിറിയ തിരിച്ചറിയണതും ഇസ്രായേലിൻ്റെ ചാരനാണെന്ന് തിരിച്ചറിയണം, മൊസാദിൻ്റെ ചാരനാണെന്ന് തിരിച്ചറിയുന്നതും അതിനുശേഷം പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഏലി കോഹനെ പരസ്യമായിട്ട് തൂക്കിക്കൊന്നതിന് പിന്നാലെ 1967 നടന്ന 3ാം അറബ് യുദ്ധത്തിൻ്റെ സമയത്ത് സിറിയക്കെതിരെ ഇസ്രായേലിന് അഡ്വാൻറ്റേജ് കിട്ടിയത് ഏലി കോഹൻ കൊടുത്ത ഒരുപാട് ഡാറ്റകളാണെന്നുള്ള വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സിറിയയെ പോലെ ഒരു രാജ്യത്തിൻ്റെ സൈനികമായിട്ടൊക്കെ ഒരുപാട് ഈ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യത്തിൻ്റെ, അന്ന് സിറിയയൊക്കെ വലിയ രീതിക്ക് സോവിയറ്റ് യൂണിയൻ സഹായിച്ചിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു രാജ്യത്തിനകത്ത് പോലും അക്കാലത്ത് കടന്നുകൂടി അവരുടെ ഭരണവ്യവസ്ഥയിലും സൈനിക വ്യവസ്ഥയിലൊക്കെ ഇടപെടാൻ ശേഷിയുള്ള രീതിക്ക് ഒരു ചാരപ്രവൃത്തിയിൽ ഇടപെടാൻ പറ്റിയ ഒരു രീതി മൊസാദിനുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പം ഇറാനും ഒരു പക്ഷേ ഇത്തരം എത്ര ഏലി കോഹന്മാർ ഇറാനിലുണ്ടെന്ന് ഇറാൻ ചിലപ്പം ഭയപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടുകൂടിയാവും ഇറാൻ ജുഡീഷ്യറി കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്, കൂലിപ്പടയാളികളെയും ചാരന്മാരെയും എന്തായാലും വെറുതെ വിടില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, മൊസാദിൻ്റെ കേന്ദ്രം ഇറാൻ ആക്രമിക്കുമ്പോൾ കൃത്യമായിട്ടും ഇറാൻ ഈ മൊസാദിന് ഈ യുദ്ധത്തിലെ മൊസാദിൻ്റെ റോൾ എന്താണെന്നുള്ളതിൽ ഇറാന് നല്ല വ്യക്തത ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിലെ ഒരു കീ എല്ലാ ആയുധങ്ങളും പോലെ തന്നെ ഒരു കീ ഫാക്ടറാണ് മൊസാദ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.